Hi guys, this is Anandu from Reboot Tricks. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ഏകദേശം 3 ഗെയിമിംഗ് PCs ആണ്. അതല്ലാതെ ഒരു എക്സ്ട്രാ ഒരു വർക്ക് സ്റ്റേഷൻ PCയും ചെയ്യണം. ഈ 4 PCകളും നമുക്ക് ഈ വീക്ക് തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. സോ ഈ വീക്കിൽ ഈ 4 PCs ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലൈൻ വ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്ന സ്പെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് PC സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ryzen 5 5500 പ്രോസസ്സറാണ്. ഒരു 6 കോർ 12 ത്രെഡ് പ്രോസസ്സറാണ്. അത്യാവശ്യം മിഡ് റേഞ്ച് ആയിട്ടുള്ള പ്രോസസ്സറാണ്. എൻട്രി ലെവൽ മിഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ MSIയുടെ B550M മദർ ബോർഡ്, RTX 3050 8GB ഗ്രാഫിക്സ്, 32GB DDR4 RAM, 1TB SSD, 550 വാട്ട് പവർ സപ്ലൈ. ഇത് ഫുള്ളൊരു എഡിറ്റിംഗ് സ്പെക്കാണ്. നമ്മളൊരു എഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ബിൽഡ് ചെയ്തതാണ്. സോ നമ്മൾ ആ ഒരു PC ആണ് ഫസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് നമുക്ക് പോവാം. ബിൽഡ് ചെയ്യാൻ പോകുന്ന PC ഇതാണ്. സ്പെക്സ് വരുന്നത് Ryzen 5 5600X, RTX 3060 Ti, MSI B550 മദർ ബോർഡ്, 650 വാട്ട്സ് പവർ സപ്ലൈ, 24GB DDR4 RAM ആണ്. ഇത് 16GB, അത് 8GB. കൂളർ 512GB NVMe SSD വരുന്നത് കുറച്ച് അത്യാവശ്യം നല്ലൊരു SSD ആണിത്. എനിക്ക് പ്രീയോണ്ടായിട്ട് കിട്ടിയ S70 ബ്ലേഡ് ആണ് വരുന്നത്, 512GB. അതുപോലെ തന്നെ ക്യാബിനറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് PC ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ പ്രോസസ്സർ മൗണ്ട് ചെയ്തു, 2 RAM, SSD, കൂളറിൻ്റെ മൗണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് കൂളറോട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാബിനറ്റിലേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളിലേക്കാക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് PC ഓൾമോസ്റ്റ് ബിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കണക്ഷൻസും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ കാർഡ്. ഈ കാർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് PC സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റിംഗ് പരിപാടി, വിൻഡോസ് ഇൻസ്റ്റാളേഷൻ അതെല്ലാം ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് PC നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കോൺഫിഗറേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻസ്റ്റാളേഷൻ, കണക്ഷനും കാര്യങ്ങളും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇത് ബൂട്ട് ചെയ്ത് എല്ലാം ഓക്കെ ആണോ നോക്കാം. ഓക്കെ, ഈ രണ്ടാമത് ബിൽഡ് ചെയ്ത PC എൻ്റെ ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് എന്നോട് പരിചയപ്പെട്ടിട്ട് ഞങ്ങളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായൊരു കൂട്ടുകാരൻ്റെ PCയും കൂടാണ്. അവൻ്റെ പേര് അരവിന്ദ് എന്നാണ്. അവനെ ഞാൻ 6 മന്ത്സിനടുത്തെന്തോ എടുത്തിട്ട് നമ്മൾ പതിയെ ഓരോ പാർട്സായിട്ട് വാങ്ങി സെറ്റാക്കി എടുത്തൊരു PC ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവൻ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് നമ്മുടെ PC ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് അവനോട് സംസാരിച്ചപ്പോൾ കിട്ടിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ വീഡിയോ ഇച്ചിരി കൂടെ നല്ല ബെറ്ററായിട്ട് ഇട്ടത്. സോ അവനും നമ്മൾ ആ വീഡിയോ ഈ വീഡിയോക്കകത്തിൽ അവന് കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ബ്രോ, സൂപ്പറായിരുന്നു. എനിക്ക് PC ബിൽഡ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ്
എക്സ്പീരിയൻസ്. സോ അതായിരുന്നു ഈ പി സി. ഈ വീക്കിൽ നമ്മൾ ബിൽഡ് ചെയ്ത മൂന്നാമത്തെ പി സി ഒരു സ്പെഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടി ബിൽഡ് ചെയ്തതാണ്. അതിന് ഫോക്കസ് ചെയ്തിട്ടാണ്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സി പി യും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെൻ്റൽ സ്കാനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ പി സി. അതുകൊണ്ട് ഒരു ഡെൻ്റൽ ക്ലിനിക് തീമിൽ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഫുൾ വൈറ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പി സി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കൂടിയ റാം, i5 14600K, പിന്നെ B760 GB മദർ ബോർഡ്, 32 GB DDR5 റാം യൂസ് ചെയ്തിട്ടുണ്ട്, 1 TB NVMe SSD, 650 വാട്ട്സ് GB പവർ സപ്ലൈ. ഇതെല്ലാം അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി ഈ ഒരു സ്പെക്ക്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡെൻ്റൽ ക്ലിനിക്കിലാണ്. അപ്പം അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നിങ്ങളെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ അടുത്ത ഈ പി സിയുടെ കാര്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പാലക്കാടേക്കുള്ളൊരു പി സി ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് Ryzen 5 5600X, B550M വൈഫൈ മദർ ബോർഡ്, 3060 ഗ്രാഫിക്സ് കാർഡ്, 16 GB DDR4 റാം, അതുപോലെ തന്നെ 1 TB NVMe SSDയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു പി സി നമ്മൾ പെട്ടെന്നായിരുന്നു ബിൽഡ് ചെയ്തത്. അത്യാവശ്യം ഒരുപാട് ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫയാസ്, നമ്മുടെ ഫ്രണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ പി സി ബിൽഡ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. കൊറിയറും കാര്യങ്ങളുമായിരുന്നു ഈ പി സി ചെയ്തത്. സോ അതും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ 3 പി സിയും ബിൽഡ് ചെയ്ത് നമ്മൾ ഷിപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാ പി സിയും ബിൽഡ് ചെയ്ത് 3 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫൈനലായിട്ട് എല്ലാ പി സിയും നമ്മുടെ കയ്യിൽ ഒരുമിച്ചുള്ളപ്പോൾ ഞാൻ ഒരു വീഡിയോ പോലെ എടുത്ത് ജസ്റ്റ് വെച്ചിരുന്ന ജസ്റ്റ് വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. സോ അപ്പോൾ ഗൈസ് നമ്മൾ 3 ബിൽഡ് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് പി സി ബിൽഡാണ് നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്ത് യൂസ് ചെയ്യുന്ന 550 വാട്ട് പവർ സപ്ലൈ, Ryzen 5 5500 പ്രോസസ്സർ, A520 മദർ ബോർഡ്, പിന്നെ സബ്രോണിക്സിൻ്റെ ക്യാബിനറ്റ്, 500 GB NVMe, 16 GB DDR4 റാം, പിന്നെ മെയിനായിട്ട് വരുന്ന ഗ്രാഫിക്സ് കാർഡ് AMD RX 6600. ഇതിൽ SSD റാം, ഗ്രാഫിക്സ് കാർഡ്, ഇത് 3 പ്രീ ഓൺഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.